ഒന്നാമത്തെ സിനിമ സുരേഷ് കുമാർ നിർമ്മിച്ചു. 100ാമത്തെ സിനിമ നായകൻ മോഹൻലാൽ. അല്ലേ, ഉറപ്പിച്ചോ? മോഹൻലാലാണോ നായകൻ? ഉറപ്പിച്ചു. സുരേഷ് കുമാർ ആയിരിക്കും നിർമ്മാതാവ്. സുരേഷ് കുമാർ ആയിരിക്കും നിർമ്മാതാവ്. സുരേഷ് കുമാറിൻ്റെ പൈസ ഉണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇതൊരു സൗഹൃദത്തിൻ്റെയാണ്. അയാൾ ഏറ്റവും സന്തോഷം. കൈ കൊടുക്ക്, നിങ്ങളുടെ കാര്യം നന്നായി. കാരണം ഇവരുടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ അത്ര ആഴത്തിൽ വേരോടിയത്. എനിക്ക് അതിൽ ഇവരോട് അസൂയുണ്ട്. ഇവരെയൊക്കെ നേരത്തെ പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇങ്ങനൊരു 6-7 പേര് തിരുവനന്തപുരത്തുണ്ട്. നമുക്ക് ആ അരുൾജ്യോതിയുടെ വരാന്തയിലൊക്കെ വെച്ച് അവരെ എപ്പോഴും കാണാമായിരുന്നു ഒരു കാലത്ത്. അവരാണ് ഈ ബോളിവുഡിലൊക്കെ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ എന്തായാലും സുരേഷ് കുമാർ ഈ പ്രതിഫലമൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. പഴയ കാശ് കൊടുത്താൽ പോരെ മോഹൻലാലിന് കേട്ടോ. അബദ്ധം പറ്റരുത്, നിങ്ങൾക്ക് വിജയീഭവ അല്ലെ. അതേ നമുക്ക് സംവിധായകൻ്റെ പ്രതിഫലമൊക്കെ വളരെ കൂടിയിട്ടുണ്ട്. പണ്ട് 1000 രൂപ തിരികെ വെച്ച് കൊടുത്താൽ കൊടുത്തേച്ച് രക്ഷപ്പെട്ടത് സംവിധായകൻ്റെ അടുത്തുനിന്ന്. ഓക്കെ. അപ്പോൾ പ്രിയൻജി, ഈ ഒരു 100ാമത്തെ സിനിമയിലെത്തുമ്പോൾ അങ്ങ് കടന്നു വന്ന വഴികളിലൂടെ ഈ തിരുവനന്തപുരം നഗരം എങ്ങനെ അങ്ങ് സ്വാധീനിച്ചത്? ഒന്നാമത്തെ കാര്യം, ഈ 100ാമത്തെ സിനിമയിലെത്തുമോ എന്ന് എനിക്കറിയില്ല. കാര്യം നമ്മൾ നാളെ എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ച് അല്പം ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാളാണ് ഞാൻ. കാര്യം എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്ന പല ആളുകളുടെയും അനുഭവങ്ങളും എല്ലാം വെച്ചിട്ട്